പാകിസ്ഥാൻ അടുത്തിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ടെസ്റ്റ് നടത്തിയിരുന്നു. അവരുടെ ടൈപ്പ് 054B ഫ്രിഗേറ്റ്സ്, ടിപ്പു സുൽത്താൻ ഫ്രിഗേറ്റ്സ് എന്നും പറയും. ഇതിൽ നിന്നും ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്തു. ഈ മിസൈലിന്റെ പേര് സ്മാഷ്. ഇത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മിസൈൽ. സത്യത്തിൽ ഇങ്ങനെയൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇത് കരിയർ കില്ലർ കാറ്റഗറിയിലാണ് വരിക. ഇത് വിമാനവാഹിനി കപ്പലുകൾക്കെതിരെ അയക്കുന്ന ഒരു മിസൈൽ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം പാകിസ്ഥാന്റെ മാധ്യമങ്ങളെല്ലാം ചെയ്തത് ഇന്ത്യയുടെ INS വിക്രാന്തിനെ ഈയൊരു മിസൈൽ ന്യൂട്രലൈസ് ചെയ്യും, ഇന്ത്യയുടെ കരിയർ ഗ്രൂപ്പിനെ തന്നെ ഈയൊരു മിസൈൽ നശിപ്പിച്ചു കളയും, മായ്ച്ചു കളയും, ഇങ്ങനെയുള്ള പല വാർത്തകൾ പറയാൻ തുടങ്ങി. പോരാത്തതിന് ഇന്നലെ മുഴുവനും ഈയൊരു മിസൈലിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഇന്റർനെറ്റിൽ മുഴുവനും പടർന്ന് നടന്നത്, പാകിസ്ഥാന്റെ ക്ലെയിമിനെ കുറിച്ചും. അതിനാൽ നമ്മൾ ഈ വീഡിയോയിൽ അറിയാൻ പോകുന്നതും പാകിസ്ഥാന്റെ ഈയൊരു മിസൈലിനെ കുറിച്ചാണ്. ശരിക്കും അവരുടെ ഈയൊരു ക്ലെയിം സത്യമാണോ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പാകിസ്ഥാന്റെ നാവികസേന ഒഫീഷ്യലായി അവരുടെ ട്വിറ്ററിലും അവരുടെ യൂട്യൂബ് ചാനലിലും റീസെൻ്റായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അവർ മെൻഷൻ ചെയ്തിരുന്നത് ആദ്യത്തെ ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ ടെസ്റ്റ് ചെയ്തുവെന്നാണ്. ഇത് ശത്രുക്കളുടെ വിമാനവാഹിനി കപ്പലുകളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് എന്നും ക്ലെയിം നടത്തി. അതല്ലാതെ കൂടുതലായ വാർത്തകളൊന്നും അവരതിലൂടെ പറഞ്ഞില്ല. ഈ ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയപ്പെടുന്നത് ലോകത്തിൽ ചുരുക്കം ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണുള്ളത്. അമേരിക്കയടുത്ത് പോലും ഈ ഒരു സാങ്കേതിക വിദ്യ വലുതായൊന്നുമില്ല. അവരുടെ പക്കൽ ഒരുപാട് മിസൈൽസ് ഉണ്ട്. എന്നാൽ ലോകത്തിൽ ഈ ഒരു റേസിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അത് റഷ്യയും ചൈനയുമാണ്. ചൈനയുടെ DF-21 അല്ല, കരിയർ കില്ലർ എന്ന് പറയപ്പെടുന്ന വലിയൊരു മിസൈലായി തന്നെയാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്, പോർട്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പക്കലുള്ളതിൽ അഗ്നി പ്രൈം ഇതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ അല്ല, വിമാനവാഹിനി കപ്പലുകളെ എതിർക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു മിസൈൽ അല്ല. എന്നാൽ അഗ്നി പ്രൈമിന്റെ ഒരു വേരിയന്റ് ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കപ്പൽ വിരുദ്ധ മിസൈലായി നമ്മെ കൊണ്ടുപയോഗിക്കാൻ കഴിയും. അടുത്തിടെ പോലും നമ്മൾ വളരെ ദൂരം ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന LRSH ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയും ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് ഫേസിലാണ് ഉള്ളത്. അതിനാൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ക്ലെയിം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചൊരു ടെസ്റ്റ് നടത്തിയാൽ അത് ഏത് തരത്തിലുള്ള പ്രതിഫലനം കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടന്ന് അവസാനിച്ചു. ഇത് പാകിസ്ഥാൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷമാണ് ശരിക്കുമുള്ള കഥ ആരംഭിക്കുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളായിക്കോട്ടെ, പാകിസ്ഥാന്റെ സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഈ ഒരു മിസൈലിനെ കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു രാജ്യം ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്, ഒരു ലിമിറ്റ് വരെയും ഓക്കെയാണ്. എന്നാൽ ഇവർ ഒരു ഘട്ടത്തിന് ശേഷം പറയാൻ തുടങ്ങിയത് INS വിക്രാന്ത് അതിനി അറബിക്കടലിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ സ്മാഷ് എന്ന മിസൈൽ INS വിക്രാന്തിനെ സ്മാഷ് ചെയ്ത് കളയുമെന്ന് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഇവർ പറഞ്ഞ ഇക്കാര്യം പാകിസ്ഥാന്റെ ക്ലെയിം, പുറത്തിറങ്ങിയ ഫൂട്ടേജസ് എല്ലാം ഒരുപോലെ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ അവിടെയാണ് പല സംശയങ്ങൾ ഉയരുന്നത്. ആദ്യം ഒരു മിസൈൽ ടെസ്റ്റ് നടക്കുമ്പോൾ ആ മിസൈൽ ടെസ്റ്റിന്റെ വൈഡ് ആംഗിൾ ഫൂട്ടേജ് ആണ് എടുക്കുക. അതും കപ്പലിൽ നിന്നും ഒരു മിസൈൽ അയക്കുമ്പോൾ ആ ഡെക്കിലുള്ള ക്യാമറാസിലൂടെ അത് സംബന്ധിക്കുന്ന വീഡിയോസ്, ചിത്രങ്ങളൊക്കെ എടുക്കും. ഉദാഹരണത്തിന് നമ്മൾ അടുത്തിടെ ചെയ്ത ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു ഷിപ്പ് ലോഞ്ച്ഡ് വീഡിയോ ഫുട്ടേജ്, അത് നിങ്ങൾ കാണുക. അടുത്ത് റഷ്യ ചെയ്ത ആന്റി ഷിപ്പ് മിസൈൽ, അവരുടെ കപ്പലിൽ നിന്നും അയച്ച മിസൈൽ, അത് നിങ്ങൾ നോക്കുക. ഇതിനുശേഷം ചൈനയുടേത് ലിസ്റ്റിൽ ഇങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴത്തേക്ക് ഈ രണ്ടും ഉദാഹരണമായി കാണിക്കാം. നിങ്ങളിത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഏത് കപ്പലിൽ നിന്നും അയക്കുന്നു, ഏത് തരത്തിലുള്ള മിസൈൽ അയക്കുന്നു. ഇതെല്ലാം ലോഞ്ചിന് മുൻപ് മുതൽ ആ വൈഡ് ആംഗിൾ ക്യാമറയിലൂടെ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പാകിസ്ഥാന്റെ മിസൈൽ ടെസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഈ വീഡിയോ കണ്ടല്ലോ. പാകിസ്ഥാന്റെ ഈ മിസൈൽ ടെസ്റ്റ് കാണുമ്പോൾ ആ മിസൈൽ എവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്നു എന്നേ അറിയാൻ പാടില്ല. എത്രത്തോളം അതിനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു മിസൈൽ ടെസ്റ്റ് നടന്നോ ഇല്ലയോ എന്നുള്ളത് പോലും ഇവിടെ ഒരു ഡൗട്ടാണ്. അതിന് കാരണം എന്താണെന്നും ഞാൻ അവസാനം പറയാം. അപ്പോൾ വളരെ ഏറെ ക്രോപ്പ് ചെയ്ത് 144 പിക്സൽ എടുത്താൽ പോലും ഇതിലും മോശമായ ഒരു പിക്ചർ ലഭിക്കില്ല.
അത്രത്തോളം വളരെ മോശമായ ഒരു വീഡിയോ ആയിരുന്നു അവരുടെ ഒഫീഷ്യൽ യൂട്യൂബിലും ട്വിറ്ററിലൂടെയും പുറത്തുവിട്ടത്. അപ്പോൾ ഇവർ ചെയ്ത ഈ ഒരു മിസൈൽ ടെസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ശരിക്കും ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ കൊണ്ട് പ്രോപ്പറായ ഒരു വീഡിയോ ഫൂട്ടേജ് കാണിക്കാൻ കഴിയുന്നില്ല? അതിൽ മറച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഇല്ലല്ലോ. നിങ്ങൾ ഈ ഒരു കപ്പലിൽ നിന്നാണ് ഇത് അയക്കുന്നത് എന്ന് ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു. അപ്പോൾ പിന്നെ ആ കപ്പൽ പൂർണ്ണമായും കാണിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ എപ്പോഴാണ് ഒരു രാജ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയണ്ടേ? അങ്ങനെ ഒരു മിസൈൽ ടെസ്റ്റ് പൂർണ്ണമായി നടന്നിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞത് ഒരു മിസൈൽ ആയിരിക്കാം, പക്ഷെ ടെസ്റ്റ് ചെയ്തത് മറ്റൊരു മിസൈൽ ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. ഇനി ഒരു പക്ഷെ അങ്ങനെ പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. രണ്ടാമത്തെ ഒരു സംശയം, അതും ഇതേ കപ്പൽ തന്നെയാണ് പ്രശ്നം. സത്യത്തിൽ ഈ 054B ഫ്രിഗേറ്റ്സ് ടിപ്പു സുൽത്താൻ ക്ലാസിന് കീഴിൽ വരും. ഈ ഒരു കപ്പലുകളിൽ 36 VLS സിസ്റ്റം, വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ഉണ്ട്. ഇതിൽ HQ-16 എന്ന സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഇതവർ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൽ ഗ്രനേഡ് ലോഞ്ചേഴ്സ്, ടോർപിഡോ ലോഞ്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് സംവിധാനം ഈ കപ്പലുണ്ട്. പക്ഷേ സാധാരണ ഈ 32 VLSs ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് എയർ ഡിഫൻസ് സിസ്റ്റംസ് മാത്രമേ ലോഞ്ച് ചെയ്യാവൂ എന്നൊന്നും ഇല്ല. സർഫസ് ടു എയർ മിസൈൽ ലോഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ കപ്പലുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി ഷിപ്പ് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്, ബ്രഹ്മോസ് കാറ്റഗറിയിലുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ ലോഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന ഒരു പ്രത്യേക മിസൈൽ മാത്രമേ ഇതിലൂടെ ലോഞ്ച് ചെയ്യാവൂ എന്നൊന്നും ഇല്ല. പക്ഷേ ഒരു ബാലിസ്റ്റിക് മിസൈലിന്, ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ നിങ്ങൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ കപ്പലിനെ തന്നെ നിങ്ങൾ റീഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. കാരണം ബാലിസ്റ്റിക് മിസൈൽ ഭാരം കൂടുതലുള്ള ഒരു മിസൈലാണ്. സാധാരണ ക്രൂയിസ് മിസൈലിനും ബാലിസ്റ്റിക് മിസൈൽസിനും ഒരുപാട് വ്യത്യാസമുണ്ട്, ഭാരം ഉൾപ്പെടെ. കാരണം ഈ കോൾ ലോഞ്ച് വഴി നിങ്ങൾക്ക് ഈ VLSൽ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാം. മിസൈൽ ലോഞ്ച് ആകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഗ്യാസ് വഴി ആ ഒരു മിസൈൽ സർഫസിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങുകയും പിന്നീട് ഇഗ്നൈറ്റ് ആകും. ബ്രഹ്മോസ് ഒക്കെ നോക്കിയാൽ ഈ കോൾ ലോഞ്ച് വഴി പതിയെ ഒരു പ്രത്യേക ആംഗിളിന് ശേഷം, അതായത് ബ്രഹ്മോസ് പകുതി പുറത്തു വന്നതിന് ശേഷമായിരിക്കും മിസൈൽ ഇഗ്നൈറ്റ് ആവുക. കാരണം ഡയറക്റ്റ് കൂടുതൽ ചൂട് തള്ളുമ്പോൾ അകത്തുള്ള കോർ അവിടെ കരിഞ്ഞു പോകും, അത്രത്തോളം പ്രശ്നം അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെയുള്ള ഈ സെൻസേഴ്സ് ഒക്കെ റീഫിറ്റ് ചെയ്യേണ്ട സമയമെടുക്കും. ഇത് സാധാരണ ടൈമിൽ ഓക്കെയാണ്. പക്ഷേ ഒരു ബാറ്റിൽ ടൈമിൽ ഇങ്ങനെ റീഫിറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബാറ്റിൽ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിന് ശേഷമായിരിക്കും അത് ഇഗ്നൈറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ബാലിസ്റ്റിക് മിസൈൽസ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ഡയറക്ടർ ലോഞ്ചർ വഴി ലോഞ്ച് ചെയ്യും. അതല്ല എങ്കിൽ ഇതിനെ തന്നെ ഒരു കപ്പലിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. ഇതിന്റെ എക്സോസ്റ്റ് കടലിനെ നോക്കിയിരിക്കുന്നത് പോലെ ആയിരിക്കും സെറ്റ് ചെയ്യുക. അതായത് ഇത് കപ്പലിനുള്ളിൽ ഉണ്ടാകും. ഇതിനെ ലോഞ്ച് ചെയ്യുന്ന ഒരു ആവശ്യകത വരുമ്പോൾ ഹൈഡ്രോളിക്സിലൂടെ അതിനെ മുകളിലേക്ക് കൊണ്ടുവരും. എന്നിട്ടൊരു ഇൻക്ലൈൻഡ് ലോഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുക, ഒരു ചരിഞ്ഞ രീതിയിൽ. അപ്പോൾ അതിന്റെ എക്സോസ്റ്റ് കടലിനെ നോക്കിയിരിക്കുന്നത് പോലെ ആയിരിക്കും. അതിന്റെ എക്സ്ട്രീം ഹീറ്റ് പുറത്തേക്ക് പോകുന്ന ആ ഒരു രീതിയിലായിരിക്കും അത് ലോഞ്ച് ആവുക. എന്നാൽ ഇതൊന്നും ഈ കപ്പലിൽ ഇവർ കാണിച്ച വീഡിയോയിൽ ഒരിടത്ത് പോലും ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ലോഞ്ച് ചെയ്തു എന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നില്ല. ഈ ലോഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെ കപ്പലില്ല. അതിനനുസരിച്ചതുപോലെയാണ് അവർ വീഡിയോ ക്രോപ്പ് ചെയ്തിട്ടുള്ളതും. ഒഫീഷ്യലായി അവർ പുറത്തുവിട്ട വീഡിയോ ഞാൻ കാണിച്ചു. അതിലേതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്കതിൻ്റെ ലോഞ്ചർ കാണുന്നുണ്ടോ? ഒരുപക്ഷെ ഞാൻ ലോഞ്ചർ മിസ് ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. മൂന്നാമതായുള്ളൊരു കാര്യം പാകിസ്ഥാന്റെ ക്ലെയിം ആണ്. ഇതൊരു ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ, ഇത് തീർച്ചയായും കരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ നശിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കിൽ ചെയിൻ എന്നൊരു കാര്യം അവിടെ ഉണ്ട്. അതായത് എൻ്റെ പക്കലൊരു വെപ്പൺ ഉണ്ട്, അത് ഞാൻ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യുകയാണ്, അതിന് ഗൈഡൻസ് ഒരുപാട് നൽകണം. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിന്റെ പക്കൽ നിന്നും അതിലേക്ക് വരുന്ന ഇൻപുട്ട് വെച്ചാണ് അത് അതിന്റെ ടാർഗറ്റിലേക്ക് ചെല്ലുക, നശിപ്പിക്കുക. ഇതുവരെയും ഈ മിസൈലിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു അറിയിപ്പ് പോലും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊക്കെ പുറത്ത് പറഞ്ഞിട്ടാണോ ചെയ്യുക? പുറത്ത് പറഞ്ഞിട്ട് അറിയിച്ചിട്ടൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ചടങ്ങാണോ? അപ്പോൾ പിന്നെ പാകിസ്ഥാൻ എന്തിന് അനൗൺസ് ചെയ്യണം? അവരുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ശരി, സീക്രട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം. എന്നാൽ കമാൻഡ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പ്രധാനമായും ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പെർഫെക്റ്റ് ആയ ഒരു കമാൻഡ് ചെയിൻ ആവശ്യമാണ്. ഉദാഹരണത്തിന് ചൈനയുടെ DF-21, അതിനുവേണ്ടി അവരുടെ പക്കൽ ഓവർ ദി ഹോറിസോൺ റഡാർസ് ഉണ്ട്, മാരിടൈം സർവൈലൻസ് സാറ്റലൈറ്റ്സ് ഉണ്ട്, ലോങ് എൻഡ്യൂറൻസ് ഇലക്ട്രോണിക് സിഗ്നൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ. ഇങ്ങനെ അതിന് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കാരണം സാറ്റലൈറ്റ് നാവിഗേഷനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽസിന് പ്രവർത്തിക്കാനാകില്ല. പക്ഷേ ഇവിടെ പാകിസ്ഥാന്റെ പക്കൽ ഓവർ ദി ഹോറിസോൺ റഡാർസ് ഇല്ല. അവർക്ക് ഡെഡിക്കേറ്റഡ് മിലിറ്ററി സാറ്റലൈറ്റ്സ് പോലും ഇല്ല. ഇതിനുവേണ്ടി അവർ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു മിസൈൽ പ്രാക്ടിക്കലായി യുദ്ധകളത്തിൽ ഡെപ്ലോയ് ചെയ്യപ്പെട്ടാലും ഇതിന് ചൈനയുടെ സഹായമില്ലാതെ ഒരു രീതിയിലും പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെയാണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഉത്തരം എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയുക. പാകിസ്ഥാൻ ക്ലെയിം ചെയ്തത് ഇൻഡിവിജ്വൽ ഡെവലപ്ഡ് മിസൈൽ എന്നാണ്. ഞങ്ങൾ ഇത് തദ്ദേശീയമായി നിർമ്മിച്ചുവെന്ന്.
നിങ്ങൾ ആഭ്യന്തരമായി നിർമ്മിച്ചു, ശരി തന്നെയാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഇല്ല. അതിന് ഡാറ്റ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഒന്നും നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ മിസൈൽ മാത്രം നിർമ്മിച്ചിട്ട് അവിടെ എന്താണ് പ്രയോജനം? ഇതുവരെയും നമ്മൾ ടെക്നിക്കൽ വൈസ് ഒക്കെ കണ്ടു. ആ കപ്പൽ റീഫിറ്റ് ചെയ്യുന്ന പോലെ തെളിവുകളൊന്നും കാണുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു. അവസാനമായി നിങ്ങൾ ആ മിസൈലിനൊന്ന് സൂം ചെയ്ത് നോക്കുക. അതിൻ്റെ ലോഞ്ചിൽ നിന്നും ഒരല്പം സൂം ചെയ്ത് നോക്കിയാൽ അവിടെ എന്തോ ഒരു കാര്യം തെറ്റായി തോന്നും. ഒരല്പം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ചൈനയുടെ CM-401 എന്ന ആൻറ്റി-ഷിപ്പ് മിസൈൽ പോലെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു സൈഡ് സ്മാഷ് മിസൈൽ കാണിക്കാം, മറുവശത്ത് CM-401 മിസൈൽ കാണിക്കാം. ഇത് രണ്ടിനും കളർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യത്യാസമെങ്കിലും നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാം അത് തന്നെയാണ്. ഈ അവസാനത്തെ ബൂസ്റ്റേഴ്സ് മുതൽ ഫ്ലിപ്പേഴ്സ് ഉൾപ്പെടെ എല്ലാം തന്നെ കൃത്യം അവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇൻഡിവിജ്വലായി അവർ മാനുഫാക്ചർ ചെയ്തൊരു മിസൈൽ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ചൈനയുടെ പക്കൽ നിന്നും അവർ വാങ്ങുന്നത് ഇൻഡിവിജ്വൽ ആണെന്ന് അവർക്ക് ഒരു പക്ഷേ ക്ലെയിം ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ഇവർ നൽകുന്ന ക്ലെയിം, അതിലാണ് നമുക്കൊരു 1000 ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. മറ്റൊരു കാര്യം, ഒരു രാജ്യം ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രാജ്യത്തെ കൊണ്ട് ഈസിയായി കണ്ടുപിടിക്കാൻ കഴിയും. കാരണം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. സിഗ്നൽ ഇൻ്റലിജൻസ് സാറ്റലൈറ്റ്സ് എന്നൊക്കെ പറയും. ഉദാഹരണത്തിന് നമ്മുടെ പക്കൽ രുക്മിണി എന്ന സാറ്റലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം തന്നെ ഈ ഹീറ്റ് സിഗ്നേച്ചേഴ്സിനെ കണ്ടെത്തുക, ഇതിൻ്റെ ഇൻഫ്രാറെഡ് വേവ്സ് എത്രത്തോളം ട്രാവൽ ആകുന്നു, ആ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പാത എത്രത്തോളം ഉണ്ട്. മാത്രമല്ല നമ്മുടെ പക്കൽ കോസ്റ്റൽ സർവൈലൻസ് ഡാറ്റാസ് ഉണ്ട്. അറബിക്കടലിൽ ഓവർലാപ്പിംഗ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ശരിക്കും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്താൽ അത് പാകിസ്ഥാൻ പിക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമ്മൾ പിക്ക് ചെയ്യും. ഇന്ന് വരെയും ഇന്ത്യയുടെ പക്കൽ നിന്നും അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടേ ഇല്ല. ഇന്ത്യയുടെ ഭാഗത്തുള്ള ഏതൊരു സോഴ്സസിന്റെ പക്കൽ നിന്നും അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. കാരണം ഇന്നത്തെ ഈ മാധ്യമ വളർച്ച സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ഡാറ്റാസ് ഒഴികെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അകത്തുനിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കും. പക്ഷെ അങ്ങനെ ഒരേ ഒരു വാർത്ത പോലും വന്നിട്ടില്ല. ഇത്രത്തോളം സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും പാകിസ്ഥാനെക്കുറിച്ചുള്ള ഇങ്ങനൊരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെയും ചിലർ ചോദിക്കും, അപ്പോൾ പിന്നെ പാകിസ്ഥാന്റെ മിസൈൽ ടെസ്റ്റിനെ പോലും ഇന്ത്യ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പാകിസ്ഥാൻ ചെയ്ത ഒരു മിസൈൽ ടെസ്റ്റിനെ പോലും സാറ്റലൈറ്റിനെ കൊണ്ട് പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. ഇതിന് മറുപടി എന്ത് പറയണമെന്നേ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കുള്ള ചോദ്യങ്ങൾ. ഇതിന് നിങ്ങൾ തന്നെ മറുപടി പറയുക. കപ്പൽ അതിന്റെ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, ആ മിസൈലിന്റെ ലോഞ്ച് പ്രോപ്പറായി കാണിച്ചിട്ടില്ല. ഒരു സൈഡ് സ്മാഷും മറു സൈഡ് CM-401 എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും അച്ഛനും മകനും പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാന്റെ ഒറിജിനൽ മിസൈൽ ആണോ എന്നുള്ളത് പോലും ഡൗട്ടാണ്. ഇതിനെല്ലാം മറുപടി ഉത്തരം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിക്രാന്തിനെ ഈ ഒരു മിസൈൽ ന്യൂട്രലൈസ് ചെയ്യും എന്ന് പറഞ്ഞതാണ്. അതാണ് മറക്കാനേ കഴിയാത്തത്. അഗ്നി പ്രൈം, ഇതിന് നമ്മൾ ആന്റിഷിപ്പ് മിസൈലായി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും കരിയർ കില്ലർ എന്നാണ് ഇതിനെ പറയുന്നത്. TF-21 പോലും കരിയർ കില്ലർ ആണ്. പക്ഷേ പ്രശ്നം, ഈ കപ്പലുകളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ന്യൂക്ലിയർ ഡിറ്റോണേഷൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരേ ഒരു പോയിന്റിൽ നോക്കി മിസൈൽസ് തുടർന്ന് വീണുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ മുകളിലുള്ള ഡെക്കിനെങ്കിലും ഡാമേജ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഒരു സിംഗിൾ മിസൈലിനെ കൊണ്ട് പ്രാക്ടിക്കലി ഒരിക്കലും തകർക്കാൻ കഴിയില്ല. അതിപ്പോൾ ഇന്ത്യയുടെ മിസൈൽ ആയിക്കോട്ടെ, റഷ്യയുടെ മിസൈൽ, അമേരിക്കയുടെ മിസൈൽ, ആരുടെ മിസൈൽ ആയിരുന്നാലും ഒരു സിംഗിൾ ആന്റിഷിപ്പ് മിസൈലിനെ കൊണ്ട് ഒരു കരിയറിനെ നശിപ്പിക്കാനേ കഴിയില്ല. അപ്പോൾ പിന്നെ ഇവർ ടെസ്റ്റ് ചെയ്തത് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്നുള്ളത് പോലും ഡൗട്ടാണ്. ഇത് ചെന്ന് INS വിക്രാന്തിനെ നശിപ്പിക്കുമെന്നവർ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ വലിയ തമാശയായി തന്നെ തോന്നുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.